പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കേരളയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ, പ്രിലിമിനറി പരീക്ഷ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ കേവലം 2 ഘട്ടമായി നടത്തിയത്? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ 3 തവണയൊക്കെ നടത്തിയിരുന്നു. അതെന്താ ഒരു മാനദണ്ഡത്തിന് പറയുന്നേ? മറ്റൊന്നുമില്ലടാ, സാധാരണഗതിയിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് 6 മുതൽ 8 ലക്ഷം വരെ അപേക്ഷകരാണ് വരിക. കൺഫർമേഷന് ശേഷം അത് സാധാരണഗതിയിൽ 6 മുതൽ 7 ലക്ഷം വരെ വരാറുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2024 നടന്ന പ്രിലിമിനറി പരീക്ഷയിൽ 5,90,000 പേരാണ് എന്ത് ചെയ്തിരുന്നത്, കൺഫർമേഷൻ കൊടുത്തിരുന്നത്. 5,90,000 പേര് കൺഫർമേഷൻ കൊടുത്തു. സാധാരണഗതിയിൽ സ്റ്റേറ്റ് ലെവൽ എക്സാമുകൾ നടത്തുമ്പോൾ PSC സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. 2 മുതൽ 2.5 ലക്ഷം പേര് ഒരു ദിവസം പരീക്ഷ എഴുതുന്ന രീതിയിലാണ് ക്രമീകരിക്കുക. സാധാരണ ഇതിൽ 2 മുതൽ 2.5 ലക്ഷം പേര് ഒരു ദിവസം പരീക്ഷ എഴുതുന്ന രീതി. സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ, ജില്ലാതലത്തിലാണെങ്കിൽ ഏകദേശം 3 ലക്ഷം പേരെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലാണ് ഒരു ദിവസത്തെ എക്സാം സാധാരണ സംഘടിപ്പിക്കുക. കാരണം സ്കൂളുകളുടെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ്. എന്നാൽ 2025 ഡിഗ്രി ലെവൽ പ്രിലിമിനറി, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI ഓഫ് പോലീസ് തുടങ്ങിയ തസ്തികകൾക്ക് വേണ്ടിയുള്ള കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം 4,60,000 പേരോളം അപ്ലൈ ചെയ്തു. കൺഫർമേഷൻ കിട്ടിയത് 3,90,000 പേരാണ്. 3,90,000 പേര്, അത് 4 ലക്ഷത്തിനകത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ദിവസം PSC നടത്താൻ ഉദ്ദേശിക്കുന്നത് 2 to 2.5 ലക്ഷം വരെയല്ലേ. അതുകൊണ്ട് തന്നെ 2 ദിവസമായിട്ടാണ് പരീക്ഷ നിശ്ചയിച്ചത്. ഫസ്റ്റ് ഫേസിൽ എക്സാം നടക്കാൻ നിശ്ചയിച്ചത് മെയ് 24-ാം തീയതിയിലും സെക്കൻഡ് ഫേസ് ജൂൺ 28. അതെന്താ അത്രയും ഡിഫറൻസ്? സാധാരണ ഇതിൽ 2 ആഴ്ചയിലൊക്കെ ഗ്യാപ്പ് വരുന്ന രീതിയിലല്ലേ നടത്തുക. അത് മറ്റൊന്നും കൊണ്ടല്ല, ആൾറെഡി ജൂൺ മാസം 14-ാം തീയതി KASന്റെ പ്രിലിംസ്, KASന്റെ പ്രിലിമിനറി പരീക്ഷ PSC ഫിക്സ് ചെയ്തു. അതുകൊണ്ട് 4th സാറ്റർഡേ ആയിട്ട് ജൂൺ 28-ന് സെക്കൻഡ് ഫേസ്. അപ്പൊ ഫസ്റ്റ് ഫേസ് എക്സാം വരുന്നത് മെയ് 24-ാം തീയതിയും സെക്കൻഡ് ഫേസ് ജൂൺ 28-മാണ്. അതോടുകൂടി പ്രിയ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ടെൻഷനായി. ഇനി ഫസ്റ്റ് ഫേസ് ആയിരിക്കോ സെക്കൻഡ് ഫേസ് ആയിരിക്കോ, ഇതെങ്ങനെ അറിയാൻ പറ്റും? വേറെ പ്രത്യേകിച്ച് മാർഗം ഒന്നുമില്ലടാ. 14 ദിവസം മുമ്പ് ഹാൾ ടിക്കറ്റ് വരും. മെയ് 24-ാണ് പരീക്ഷയെങ്കിൽ മെയ് 10-നും 12-നും ഇടയിൽ ഹാൾ ടിക്കറ്റ് വരും. അപ്പോഴും മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എങ്കിലും നിങ്ങൾ മെയ് 23-ാം തീയതി വരെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏപ്രിൽ 30-ഓടുകൂടി നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് മൊത്തം പഠിച്ചു തീർക്കുക. മെയ് 30-ന് പഠിച്ചു തീർന്നതിന് ശേഷം അവസാന ദിവസങ്ങളൊക്കെ റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. ഒരുപക്ഷെ ഫസ്റ്റ് ഫേസ് എക്സാം നടന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, മെയ് 24-ഓടുകൂടി റിവിഷൻ ചെയ്ത് തീർക്കാം. ഒരുപക്ഷെ സെക്കൻഡ് ഫേസ് ആണെങ്കിലോ വീണ്ടും ഒന്നുകൂടെ റിവിഷൻ ചെയ്യണം. സാധാരണഗതിയിൽ ഇങ്ങനെ 2-ഓ 3-ഓ ഫേസ് എക്സാം വരുമ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിട്ട് വളരെ ടെൻഷനുള്ള കാര്യം ഇതാണ്: ഫസ്റ്റ് ഫേസ് ആയിരിക്കോ സെക്കൻഡ് ഫേസ് ആയിരിക്കോ ഈസി? അതിപ്പോ ഫസ്റ്റ് ഫേസ് ആണെങ്കിൽ സെക്കൻഡ് ഫേസ് ആണെങ്കിലും സാധാരണഗതിയിലുള്ള സ്ട്രാറ്റജി അനുസരിച്ച് ഫസ്റ്റ് ഫേസ് എക്സാം താരതമ്യേന ഈസി ആയിരിക്കും. അതിനേക്കാൾ ടഫ് ആയിരിക്കും സെക്കൻഡ് ലെവൽ. തേർഡ് ലെവൽ ആണെങ്കിലോ അതിനേക്കാൾ ടഫ് ആയിരിക്കും. ഫോർത്ത് ലെവൽ ആണെങ്കിലോ അതിനേക്കാൾ ടഫ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണ അങ്ങനെയാണ് നടക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫേസുകാര് സന്തോഷിക്കുക, അവർക്ക് കുറച്ച് മെച്ചപ്പെട്ട ചോദ്യങ്ങൾ കിട്ടും. സെക്കൻഡ് ഫേസുകാര് ഫസ്റ്റ് ഫേസ് ക്വസ്റ്റ്യൻ കണ്ടിട്ട് അയ്യോ ഇത്രയും സിമ്പിൾ ആയിരുന്നോ, അല്ലെങ്കിൽ എനിക്ക് ഇനി റിവിഷൻ ചെയ്തില്ലെങ്കിലും എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അങ്ങനെ ഓവർ കോൺഫിഡൻസ് പാടില്ല. ബാക്കിയുള്ള ദിവസം പരമാവധി റിവിഷൻ ചെയ്യുക. ഇപ്പൊ ഫസ്റ്റ് ഫേസ് ആണെങ്കിലും സെക്കൻഡ് ഫേസ് ആണെങ്കിലും വെറും 14 ദിവസം മുമ്പേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലെ? ഫസ്റ്റ് ഫേസിന് 14 ദിവസം മുമ്പ്. അപ്പോൾ സെക്കൻഡ് ഫേസ് ആണോ ഇല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അതുവരെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഏപ്രിൽ 30-ന് മുൻപ് നിങ്ങളുടെ ടോപ്പിക് എല്ലാം കവർ ചെയ്ത് ഇനിയുള്ള ബാക്കിയുള്ള ദിവസം മൊത്തം റിവിഷൻ വേണ്ടി മാറ്റിവെക്കാം. ഫസ്റ്റ് ഫേസ് ആണെങ്കിൽ മെയ് 24 എക്സാം എഴുതുക. സെക്കൻഡ് ഫേസ് ആണെങ്കിൽ ബ്രേക്ക് എടുത്ത് ടൂറൊന്നും പോകരുത്. വെക്കേഷൻ ടൈമൊക്കെ ആണെങ്കിലും ടൂറൊന്നും പോകരുത്. അടുത്ത് കഴിഞ്ഞിട്ടുള്ള പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കാം. കാരണം എപ്പോഴും അങ്ങനെയാണ് സിനാരിയോ വരിക. ഫസ്റ്റ് ഫേസിനെക്കാളും ടഫ് ആയിരിക്കും സെക്കൻഡ് ഫേസ്, സെക്കൻഡ് ഫേസിനെക്കാളും ടഫ് ആയിരിക്കും തേർഡ്. ഇപ്പൊ നിലവില് 2 ഫേസേ ഉള്ളത് കൊണ്ട് ടഫ്നെസ് കൂടിയാലും കുറഞ്ഞാലും
അതിലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കാരണം എന്താ, മാർക്ക് നോർമലൈസേഷൻ വരുമ്പോ ഓരോ ചോദ്യ പേപ്പറിന്റെയും ചോദ്യ നിലവാരം അനുസരിച്ച് നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് നിങ്ങൾക്ക് തന്നെ കിട്ടും. സാധാരണ നോർമലൈസേഷനെ കുറിച്ച് തെറ്റായ ധാരണ ഒരുപാട് ഉള്ളത് കൊണ്ട് പല ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ ഈസിയാണ്, എനിക്ക് മാർക്ക് കിട്ടി, പരീക്ഷ ടഫായി, അതുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കണ്ട. ഞാൻ മാർക്ക് നോർമലൈസേഷനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഏത് പരീക്ഷ എഴുതിയാലും ആ ചോദ്യ പേപ്പർ നിലവാരത്തിന്റെ ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ നിങ്ങളുടെ മാർക്കിന്റെ വാല്യൂ അവിടെ കൂടും. ടഫ് ആണെങ്കിൽ മാർക്കിന്റെ വാല്യൂ കൂടും. ക്വസ്റ്റ്യൻ ഈസി ആണെങ്കിൽ മാർക്കിന്റെ വാല്യൂ താരതമ്യേന അല്പം കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഫേസ് എഴുതിയാലും സെക്കൻഡ് ഫേസ് എഴുതിയാലും ചോദ്യ നിലവാരം എങ്ങനെയാണെങ്കിലും ഫസ്റ്റ് ഫേസ് എഴുതുന്നവരുടെ കൂടത്ത് പരീക്ഷ എഴുതുന്നവരെ മാത്രം ഗവനിച്ചാൽ മതി. സെക്കൻഡ് ഫേസ് എഴുതുന്നവരെ സെക്കൻഡ് ഫേസിൽ എഴുതുന്നവരെ മാത്രം ഗവനിച്ചാൽ മതി. രണ്ട് ഫേസ് നമ്മൾ താരതമ്യം ചെയ്യണ്ട. അത് എളുപ്പമായിരുന്നു, അത് കാരണം എനിക്ക് ജോലി കിട്ടുമോ ഇല്ലേ, അങ്ങനെ ടെൻഷനൊന്നും വേണ്ട. ഓരോ ഫേസ് പരീക്ഷ എഴുതുന്നതും ആ ചോദ്യ പേപ്പറിന്റെ നിലവാരം പരിശോധിച്ച് മാത്രമാണ് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുക. ടഫ് ആണെങ്കിൽ മാർക്ക് വാല്യൂ കൂടും, ഈസി ആണെങ്കിൽ മാർക്ക് വാല്യൂ അല്പം കുറയും. അതുകൊണ്ട് ഈസി ആണെങ്കിലും ടഫ് ആണെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലിസ്റ്റിൽ വന്നിരിക്കും. അതിൽ ഒരു സംശയം വേണ്ട. ഇനി അവസാനം നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ പരമാവധി എക്സാം അറ്റൻഡ് ചെയ്ത് തന്നെ പോകണം. എങ്ങനെ? OMR നിങ്ങൾക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. OMR വെച്ച് അവസാന ദിവസങ്ങളില് മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യുക. മോഡല് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോണം. കറുപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, അറിയാം, എങ്കിലും കറുപ്പിക്കണം. ടൈം സെറ്റ് ചെയ്ത് വെച്ച് കറുപ്പിക്കുക, കറുപ്പിച്ച് പഠിക്കുക. എങ്കിലേ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെ എക്സാം എഴുതുന്നതിന്റെ ആ ഒരു രീതിയും നമ്മൾ പഠിച്ച ബുക്ക് വായിക്കുന്നതും രണ്ടാണ്. പഠിച്ച ബുക്ക് വായിക്കുമ്പോൾ എനിക്കിതൊക്കെ അറിയാമെന്ന് തോന്നും. പക്ഷെ എക്സാം ചെയ്ത് പഠിച്ചാൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ നമ്മൾ തലച്ചോറിൽ സ്റ്റോർ ആവത്തുള്ളൂ. അപ്പൊ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ദയവായി മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ PYQs പ്രാക്ടീസ് ചെയ്യുകയോ വേണം. അത് OMR ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. അപ്പോൾ ആ റിവിഷൻ മെത്തേഡിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ഫേസ് ആണെങ്കിലും സെക്കൻഡ് ഫേസ് ആണെങ്കിലും കൂളായിരിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് എഴുതുക. നെഗറ്റീവ് മാർക്ക് പരമാവധി കുറയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ബാക്കി എല്ലാം നിങ്ങൾ പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനത്തിന്, നിങ്ങളുടെ കഠിന പരിശ്രമത്തിന് ഫലം കിട്ടുക തന്നെ ചെയ്യും. ബി ഹാപ്പി ഓൾവേസ്. ഓക്കെ, അപ്പോ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് സൂപ്പർ കോച്ചിങ്ങില് റിവിഷൻ കോഴ്സ് ഉണ്ട്. ആൾറെഡി സിലബസ് കംപ്ലീറ്റ് ചെയ്ത കോഴ്സ് ഉണ്ട്. നിങ്ങൾക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും. 2 ബാച്ചും ഇപ്പോൾ ഒറ്റ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുക. രാജേഷ് കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 1999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. 10th ലെവല് റിവിഷൻ പ്ലസ് കംപ്ലീറ്റ് കോഴ്സ് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം. രാജേഷ് കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 999 രൂപയ്ക്ക്. അപ്പൊ കുറച്ച് ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും, ഞങ്ങൾ നേരത്തെ പർച്ചേസ് ചെയ്തു, ഞങ്ങൾക്ക് റിവിഷൻ കോഴ്സ് കിട്ടില്ലേ? നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് റിവിഷൻ കോഴ്സ് പഴയ, അതായത് കംപ്ലീറ്റ് കോഴ്സിനോടൊപ്പം ആഡ് ഓൺ ചെയ്ത് കിട്ടും. അതിൽ ടെൻഷനും വേണ്ട. ഓക്കെ, അപ്പൊ സാധിക്കുന്നവരെ പ്രയോജനപ്പെടുത്തുക. കംപ്ലീറ്റ് GK കോഴ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷത്തെ വാലിഡിറ്റിയിൽ 999 രൂപയ്ക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാം. കറണ്ട് അഫയേഴ്സ് മാത്രം മതി എന്നെങ്കിൽ രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 399 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. മലയാളം കോഴ്സാണ് വേണ്ടതെങ്കിൽ 499 രൂപയ്ക്ക് നിങ്ങൾക്ക് മലയാളം കോഴ്സ് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ട്, ഇന്ന കാര്യത്തെക്കുറിച്ച് അറിയാനുണ്ട്, ഇന്നതിലെ ഒരു നിർദ്ദേശം വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യത്തെക്കുറിച്ച് പറയാമോ, അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്തുക. നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ബി ഹാപ്പി ഓൾവേസ്. നന്നായിട്ട് പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ പരമാവധി റിവിഷൻ ചെയ്യുക. എത്ര തവണ റിവിഷൻ ചെയ്യണമെങ്കിലും റിവിഷൻ ചെയ്യുക. എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ഓർമ്മയിലുണ്ടാകും. സന്തോഷത്തോട് പഠിക്കുക. കാരണം നമ്മൾ ടെൻഷൻ അടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും തലയിൽ കയറത്തില്ല. കൂളായി സന്തോഷത്തോടെ പഠിക്കുക. നമുക്ക് ജയിക്കാനായിട്ട് പറ്റും. നമ്മളെ കൊണ്ട് ജയിക്കാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ്. നമ്മുടെ ജയം അനിവാര്യമായിട്ടുള്ളത്, അത്യാവശ്യമുള്ളതും നമുക്ക് തന്നെയാണ്. ഓക്കെ അല്ലേ?